മദീനയുടെ മന്ദമാരുതനെ, മക്കയുടെ നിലാവൊളിയേ, വിശ്വാസികളുടെ ഹൃദയത്തിന്റെ തുടിപ്പേ, താജ്ദാറേ മദീന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ ഖറജ ഇലാ സൂഖിൻ മിൻ അസ്വാഖിൽ മുസ്ലിമീൻ, ഒരു രക്ഷിതാവ്, ഒരു വാപ്പ അങ്ങാടിയിലേക്ക് പോയാൽ, ഫസ്തറാ ശൈആ ഫഹമലഹു ഇലാ ബൈതി, അങ്ങാടിയിൽ ചെന്ന് വീട്ടിലേക്ക് പ്രിയപ്പെട്ട മക്കൾക്ക് വല്ലതും വാങ്ങിയാൽ, ചോക്ലേറ്റോ അല്ലെങ്കിൽ മക്കൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ മറ്റോ ഒരു വാപ്പ വാങ്ങിയാൽ, ഫഖുസ്സ ബിഹി അൽ ഇനാസ് ദൂന ദുകൂർ, പ്രത്യേകമായി പെൺകുഞ്ഞിന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള വല്ലതും വാങ്ങിയാൽ, ആലോചിച്ചു നോക്കണം നമ്മൾ. ഇമാമുൽ ഗസാലി തങ്ങൾ തന്റെ ഇഹ്യയിൽ പറയുന്ന ഹദീസാണിത്. ആൺകുട്ടികളെ കൂടാതെ ആൺകുഞ്ഞിനില്ലാത്ത എന്തോ ഒരു സ്പെഷ്യൽ സാധനം പെൺകുഞ്ഞിന് ഒരു വാപ്പ വാങ്ങിയാൽ, നദറല്ലാഹു ഇലൈഹി, ആ വാപ്പയെ അല്ലാഹു നോക്കുന്നതാണ്. വമൻ നദറല്ലാഹു ഇലൈഹി ലം യുഅദ്ദിബുഹു, ഒരാളെ അല്ലാഹു നോക്കിയാൽ അയാളെ പിന്നെ അല്ലാഹു ശിക്ഷിക്കുകയില്ലെന്ന് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, പെൺകുഞ്ഞിന് സ്പെഷ്യലായി വല്ലതും വാങ്ങിക്കൊടുത്താൽ അയാളെ അല്ലാഹു നോക്കുന്നതാണ്. കാരുണ്യത്തിന്റെ നോട്ടം, റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നോക്കുന്നതാണ്. ആർക്കാ ഇസ്ലാം സ്ഥാനം കൊടുത്തത്? പെൺകുഞ്ഞിനാണ് ഇസ്ലാം സ്ഥാനമാനങ്ങൾ നൽകിയത്. എന്റെ വാഴ്ച കേൾക്കുന്ന ഉമ്മ, ഇസ്ലാമികമായ അച്ചടക്കം പാലിക്കാതെ കോളേജുകളിലൊക്കെ വിലസുന്ന പ്രിയപ്പെട്ട കോളേജ് കുമാരികളെ, ഒരു കല്യാണം വന്നാൽ ഇസ്ലാമിന്റെ വേഷവിധാനങ്ങളെ, ഇസ്ലാമിന്റെ അച്ചടക്കങ്ങളെ കാറ്റിൽ പറത്തുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം നൽകിയ സ്ഥാനമാനങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റൊരവസരം നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. ഇമാം ബൈഹഖി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സവ്വൂ ബൈന ഔലാദികും ഫിൽ അത്വിയാ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ സമം പാലിക്കണേ, നീതി പാലിക്കണേ. വല്ലതും നിങ്ങളെ മക്കൾക്കിടയിൽ നൽകുകയാണെങ്കിൽ നീതി പാലിക്കണേ. ഫലൗ കുന്തും മുഫദ്ദിലൻ അഹദാ, ഞാൻ എന്റെ മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വല്ല ശ്രേഷ്ഠതയും നൽകുമായിരുന്നുവെങ്കിൽ ലഫദ്ദൽതുൻ നിസാ, എന്റെ പെൺമക്കൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകുമായിരുന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ പറയാണ്. ഞാൻ ആർക്കെങ്കിലും എൻ്റെ മക്കളിൽ ഒരൽപ്പം പുണ്യം ഞാൻ നൽകിയിരുന്നുവെങ്കിൽ അത് എൻ്റെ പെൺമക്കൾക്കാണ് ഞാൻ നൽകുകയെന്ന് ലോകത്തിന്റെ നായകനെ നബി മുഹമ്മദ് മുസ്തഫ. ഇമാം ബൈഹഖി തങ്ങൾ തന്റെ സുനനിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അതുകൊണ്ടല്ലേ പുന്നാര നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട, തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഇഷ്ടപ്പെട്ട തന്റെ പ്രിയപ്പെട്ട ഫാത്തിമയെ കുറിച്ച് പറഞ്ഞത്, ഫാത്തിമതു ബിദ്അതും മിന്നീ ഫമൻ അഗ്ളബഹാ അഗ്ളബനീ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണ്, ഫാത്തിമ എന്റെ ഹൃദയത്തിന്റെ തുടിപ്പാണ്. ആരെങ്കിലും എന്നെ ഫാത്തിമാനെ വേദനിപ്പിച്ച അഗ്ളബനീ, അവര് എന്നെ വേദനിപ്പിച്ചവനാ. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ആരെങ്കിലും ഫാത്തിമാനെ വേദനിപ്പിച്ചാൽ അവന് എന്നെ വേദനിപ്പിച്ചവനാണ്. പ്രിയപ്പെട്ടവരെ, തന്റെ ഒരുപാട് മക്കളിൽ ഏറ്റവും കൂടുതൽ പുന്നാര നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത് പെൺമക്കളെയാണ്. ആ പെൺമക്കളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫാത്തിമ എന്ന തന്റെ തങ്കക്കുടത്തെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആയിഷ ബീവി പറയാണ്,
ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അഖ്ബലത്ത് ഫാത്തിമ തംശീ, ഫാത്തിമ ബീവി ഹബീബായ നബി തങ്ങളെ മുന്നിലേക്ക് വന്നു, വാപ്പാന്റെ മുന്നിലേക്ക് നടന്നു വരികയാ. കഅന്ന മിശിയതഹാ മശിയുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമാന്റെ നടത്തം അത് ഹബീബിന്റെ നടത്തമാണ്. നബി തങ്ങളുടെ നടത്തം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ട ഫാത്തിമാന്റെ നടത്തവും. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ തന്റെ അരികിലേക്ക് വന്നാൽ സ്വീകരിക്കുമായിരുന്നു. മർഹബം ബിബിനതി ഫാത്തിമ, എന്റെ ഫാത്തിമ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പൊന്നുമകളെ സ്വീകരിച്ചിരുത്തുമായിരുന്നു. സുമ്മ അജ്ലസഹാ അൻ യമീനിഹി ഔ അൻ ശിമാലിഹി. ഇമാം ബുഖാരി തങ്ങൾ പറയാണ്, സ്വീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മകളെ വലത് ഭാഗത്തോ ഇടത് ഭാഗത്തോ ഇരുത്തുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ രൂപത്തിൽ പെൺമക്കളോട് വല്ലാതെ പ്രിയം കാണിച്ച പ്രവാചകരാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളോട്, പെൺകുട്ടികളോട് വലിയ സ്നേഹം കാണിച്ചത് സ്വന്തം മക്കളോട് മാത്രമല്ല, അയൽവാസികളായ പെൺകുട്ടികളോടും അങ്ങനെ തന്നെ സ്നേഹം കാണിച്ചിട്ടുണ്ട്. അവര് അയൽവാസികളായ പെൺകുട്ടികള് പാട്ട് പാടുമ്പോ സന്തോഷത്തോടെ ആ പാട്ടിനെ ആസ്വദിച്ചിട്ടുണ്ട് നബിയുനാ റസൂലുള്ളാഹി. ഇമാം ബുഖാരി തങ്ങൾ തന്നെ പറയട്ടെ, ദഖല അലയ്യ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത ബുനി അലയ്യ ഫജലസ അലാ ഫിറാശി കമജ്ലിസിക മിന്നി. മഹാനായ റുബയ്യ ബിൻത് മുഅവ്വിദ് എന്ന മഹാനായ സ്വഹാബിയുടെ മകളായ റുബയ്യ റളിയല്ലാഹു അൻഹ പറയാണ്, എന്റെ വീട്ടിൽ കൂടുന്ന നേരത്ത്, എന്റെ കല്യാണത്തിന്റെ രാത്രി ഹബീബായ നബി തങ്ങൾ എന്റെ വീട്ടിലേക്ക് വന്നു, എന്റെ അരികിൽ വന്നു, എന്റെ അരികിലിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ജുവൈരിയാത്ത് പാട്ട് പാടുന്ന ചെറിയ ചെറിയ പെൺകുട്ടികള് ദഫ് മുട്ടി പാട്ട് പാടുകയാണ്. ബദറിന്റെ രണാങ്കണങ്ങളിൽ വീരേതിഹാസം രചിച്ച മഹാരഥന്മാരായ അസ്ഹാബുൽ ബദറിന്റെ അവതാരങ്ങൾ പാടിപ്പൊഴുത്തിക്കൊണ്ട് ദഫ് മുട്ടുകയാണ്. ഹത്താ ഖാലത്ത് ജാരിയ, അങ്ങനെ മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ മഹത്വം പാടണ നേരത്താണ് കൂട്ടത്തിലൊരു പെൺകുട്ടി പുന്നാര നബി തങ്ങളെ മദ്ഹ് പറയാൻ തുടങ്ങിയത്. ഓ ഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, ഓ ഫീനാ നബിയു യഅലമു മാ ഫീ ഗദി. ആ പെൺകുട്ടി മഹാന്മാരായ സുഹാബുൽ ബദറിന്റെ മഹത്വം ഉപേക്ഷിച്ച് ഹബീബായ നബി തങ്ങളുടെ മഹത്വം പറയാൻ തുടങ്ങിയപ്പോ പുന്നാര നബി തങ്ങൾ പറഞ്ഞു, ലാ തഖൂലി ഹകദാ, മോളെ നീ ഇത് പാടണ്ട. വഖൂലി മാ കുന്തി തഖൂലീന, നേരത്തെ നീ പാടിയിരുന്നതെന്തോ നീ അത് തന്നെയാണ് പാടേണ്ടത്. അസ്ഹാബുൽ ബദറിന്റെ മഹത്വമല്ലേ പാടിയത്, അത് തന്നെ പാടിക്കോളൂ എന്ന പെൺകുട്ടിയോട് പറയാണ്. ഇമാം ബുഖാരി തങ്ങൾ തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പെൺകുഞ്ഞുങ്ങളോടൊക്കെ വലിയ കാരുണ്യം കാണിച്ച മഹാനാണ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്ത് വേണം? കുട്ടികളുടെ സംരക്ഷണം ഇസ്ലാം നൽകുന്നത്, ഒരു പെണ്ണിന്റെ ആദ്യത്തെ പ്രൊട്ടക്ഷൻ ഇസ്ലാം നൽകുന്നത് മാതാപിതാക്കളുടെ കൈകളിലാണ്. ഉമ്മ ബാപ്പ പെൺകുഞ്ഞിനെ നല്ല പോലെ നോക്കണം, ആൺകുഞ്ഞിനേക്കാൾ കൂടുതലായി. രണ്ടാമതായി ഇസ്ലാം ഒരു പെണ്ണിന്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നത് അവളുടെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിലാണ്. മാ അക്രമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഹുന്ന ഇല്ലാ ലഈം. നബിയുനാ റസൂലുള്ളാഹി
إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدر يا الله صلاة الله